ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പേര് ആദ്യം തന്നെ ഇടണം. ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. അല്ല ഫിറൗൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി. തീരുമാനം മനസ്സിനനുസരിച്ച് ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ. നല്ല പച്ച പുളിങ്ങ, പൊഴുക്കാത്ത പുളിങ്ങ, മരപ്പുളി, നല്ല പച്ച പുളിങ്ങ ഇങ്ങനെ നല്ല പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അതിങ്ങനെ തിന്നണ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും. ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാകുക. അപ്പോൾ 3 കൊല്ലം വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവരിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓന് കുട്ടികളുണ്ടാകത്തതിൻ്റെ കാരണമായത്. അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇബ്ദാൽ വേണം. ഇബ്ദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ഓനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കുട്ടി എന്തിനുള്ളതാണ് അതിനനുസരിച്ച് പേരിടണം. വലല്ലാലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്ത് പാലം കടക്കുമ്പോൾ കൈമ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഗതി നടക്കൂല. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് കയറി ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാനവർകളെ എൻ്റെ ചെറുക്കൻ പറഞ്ഞു തന്നെ കേൾക്കൂലായിരുന്നു, അനുസരണ തീരെ അവൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലായിരുന്നു. സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് ചോദിച്ചു, ഓനെന്താ പേരിട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പേര് ജുആൽ എന്നാണ് പറഞ്ഞു. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നേരാവില്ല, ആദ്യം പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിടണം, എന്നാലും അതേമാതിരി ആവും. അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട്. അതാ ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നലെ എനിക്ക് മടവൂർ മക്കാമിൽ പരിപാടി ഉണ്ടായിരുന്നു. CM മടവൂർ. അബൂബക്കർ എന്നാണ് പേര്. ഞാൻ അവിടെ ഈ വിഷയം പറയുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരാണെന്ന് കരുതിങ്ങാണ്ട് വാപ്പട്ടിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗുണം ഉണ്ടാവും. അത്തിബർ ഉസ്താദിൻ്റെ ആണ്ട് നടക്കുകയാണ്, മുയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണെന്ന് കരുതി വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും. പേര് വളരെ പ്രധാനമാണ്. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അതിന് കുട്ടികൾക്ക് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുകയാണെങ്കിലും അങ്ങനെയാണ്. എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര്? ജീവിക്കാനാണെങ്കിൽ അതിന് പറ്റിയ പേരിടണം. ആളെ പറ്റിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മതി. എന്തിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം. പേര് വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഇനി വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആർക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പേര് വളരെ പ്രധാനമാണ്. എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ട്. സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവരെന്നാണ്. ഞാൻ എവിടെ പോയാലും എങ്ങനെയൊക്കെ കഴിച്ചിലായി പോകാറില്ലുണ്ട്. എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ്. പേര് പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്, കഴിച്ചിലാവും. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പേര് ആദ്യം തന്നെ ഇടണം. ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. അല്ല ഫിറൗൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി. ഏതാണോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, 1 ആഗ്രഹിച്ച് നേടിയതായിരിക്കുക, 2 ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം. 3-ാമത്തെ കാര്യം ഹലാലും തൊയ്യബുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം. നമ്മൾ കഴിക്കണതും അങ്ങനെ ആയിരിക്കണം, കുട്ടികൾക്ക് കൊടുക്കുന്നതും അങ്ങനെ ആയിരിക്കണം. ഹലാലായിരിക്കണം, തൊയ്യബായിരിക്കണം. എല്ലാ ഹലാലും തൊയ്യബാവൂല, എല്ലാ തൊയ്യബും ഹലാലാണ്. തൊയ്യബായാൽ ഹലാലാകും, ഹലാലായതുകൊണ്ട് തൊയ്യബാകണം എന്നില്ല. ഹലാലുകൾ കുറേ ഉണ്ടാവും. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം, ചത്ത പന്നിയുടെ മാംസം തിന്നൽ ഹലാലാണ്. തൊയ്യബാവോ? ഇല്ല, തൊയ്യബാവൂല. എല്ലാ ഹലാലുകളും തൊയ്യബല്ല. ഹലാല് കുറേ ഉണ്ട്. ഹലാലായാൽ പോരാ, തൊയ്യബായിരിക്കണം. ഭക്ഷണം തൊയ്യബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തൊയ്യബായിരിക്കണം. തേങ്ങ കച്ചവടമാണ് മൂപ്പരിക്കേ, തേങ്ങ കച്ചവടമാണ്. 100 തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ 10 എണ്ണം ഏറെ. അതിന് കേടൊഴിച്ച എന്നാ പറയാം. കേടൊഴിച്ച 100 തേങ്ങ എണ്ണിടുമ്പോൾ 10 തേങ്ങ ഏറെ ഇടും. കേടൊഴിച്ച, കേടുതിലുണ്ടാവാം, അതിന് കേടൊഴിച്ചു. അവന് 10 മക്കളെ അള്ളാഹു തആല കൊടുക്കണേൽ 1 കേടൊഴിച്ചു. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെ തന്നെ 10 എണ്ണം കൊടുക്കണേൽ 1 കേടൊഴിച്ച് കൊടുക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ കേടൊഴിച്ച് എപ്പോഴും ഉണ്ടാവും. പോകൂല, എവിടേക്കും പോകൂല. അതന്നെ സംഗതി. എന്താ കാര്യം? ഹലാലായാൽ പോരാ, തൊയ്യബ. കച്ചവടത്തിന് അതിൻ്റേതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹലാലൊക്കെ ആവും. പക്ഷെ ആ 10 എണ്ണം കൊണ്ട് എണ്ണിടുമ്പോൾ മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കൽബിലുണ്ട് ഒരു പെടക്കൽ. ഇതിൽ എന്ത് കേടുണ്ടാവും? ആദ്യം തന്നെ നല്ല നോക്കി മേടിയൊക്കിയിട്ടാവോ എണ്ണിയത്. എന്നിട്ട് പിന്നെ എന്ത് കേടായാലും ഒഴിച്ചാളുള്ളത് എന്നെ സംഗതി അറിയണത്. അതെല്ലാറ്റിനും ബാധകമാണ്. ഇന്നെല്ലാവരും കച്ചവടക്കാരാണ്, ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. എല്ലാവർക്കും കച്ചവടമാണ്. നല്ല അമലാണ് കച്ചവടം, ഒരു പ്രശ്നവുമില്ല.
ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ കൂലുള്ളതുമായൊരു കാര്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് സ്ഥലക്കച്ചവടമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് ടെക്സ്റ്റൈൽസാണ്, ഉമർ ഖത്താബിന് സ്ഥലക്കച്ചവടമാണ്, ബ്രോക്കറാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു പ്രശ്നമില്ല, കച്ചവടത്തിനല്ല പ്രശ്നം, ചെയ്യണത് നേരങ്ങത്തിലാണ്. അതിപ്പോൾ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവൂലേ, മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതന്നെ ഇങ്ങനെ ചെരിച്ചിങ്ങാണ്ടൊക്കെ ഉണ്ടാവും, അതന്നെ സംഗതി. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ കുറേ വർത്താനം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ നുണ പറയേണ്ടി വരൂലേ എന്ന് ചില ആൾക്കാർ പറയും. രാഷ്ട്രീയം എന്താ നുണ അറിയാനുള്ള സർട്ടിഫിക്കറ്റാ? അങ്ങനെയൊന്നുമില്ല. ഗൗസുൽ-ആദം വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു 4 അബ്ബാസിയാക്കളുടെ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഗൗസുൽ-ആദം. ഗൗസുൽ-ആദം രാഷ്ട്രീയക്കാരനാണ്. മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? രാഷ്ട്രീയത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? അമ്പിയാക്കളെ നിൽക്കുമോ, ഔലിയാക്കൾ നിൽക്കുമോ? ഇങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാം. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. സുബഹി നിസ്കാരത്തിന് 5 വക്തിനും പള്ളിക്ക് വരും, സുബഹിക്കും പള്ളിക്ക് ഉണ്ടാവും. സുബഹി കഴിഞ്ഞിട്ട് ഒരു ജുസ് ഖുർആനും ഓതും. എന്നിട്ട് മൂപ്പര് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്ന് വെച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക. എന്നിട്ട് പിറ്റത്തെ റമദാൻ മാസത്തിൽ ഉംറക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉംറക്ക് ആർക്കാ ഓൻ്റെ ഉംറ വേണ്ടത്? ആദ്യം സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉംറക്ക് പോകാൻ. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ടാവും. തൊയ്യിബായിരിക്കണം ഭക്ഷണം തിന്നണത്. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് കല്യാണത്തിനെ. പോണേന് കുഴപ്പമൊന്നുമില്ല, ചോറ് കഴിച്ചരുത്. ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യിബാവില്ല. അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യിബാവില്ല. ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂർ പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ചൊരു പരിപാടിക്ക് പോയി. ഗൾഫിൽ ഒരു പരിപാടിക്ക് മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖവും ധൈര്യം ഉണ്ടാവില്ല, ഏൽക്കോളം വിളിച്ചു. അങ്ങനെ ഏറ്റവും അയാൾ ഇവിടെ നാട്ടിലുമില്ല, പോയി. അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടിയുള്ള ഏലുമാരൊന്നും ആയിട്ടില്ല, ആൾക്കാരൊക്കെ വരുന്നു, മയക്കും ഒച്ചപ്പെടുന്നുള്ളൂ. സംഘാടകരെന്നോട് പറഞ്ഞു, ഭക്ഷണം ഈ പെരയിലാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചിങ്ങാണ്ടിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. ചെന്ന് ബെല്ലടിച്ചിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നു. അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് ഓലെ ഇപ്പോഴാ വന്നുങ്ങാണ്ട് വയലു പറയാൻ വരുന്ന മൂലർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ ഉണ്ട് എത്തിയതുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല, മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു. തിന്നാൻ പാടില്ല, മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യിബാവൂല അതൊരിക്കലും. ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ പള്ളിക്കത്തെ മൂലയുടെ ചിലവാണ് ഇപ്പോൾ നാളെ, അത് തിന്നരുതേ, പണ്ടാറടക്കും. ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്തെ മൂല്യന്മാരാണല്ലോ. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരാ കഴിക്കുക? പള്ളിക്കത്തെ. എന്താ കാര്യം എന്ന് പറയുന്നത്? അതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ വ്യാഴാഴ്ച മൂലയേറെ ചിലവാണ്, ഇനി വ്യാഴാഴ്ച മൂലയേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം. അതേ ആലോചന പഠിച്ചവന് 9 മണിയായാൽ പുതിയാപ്പിള വരുമല്ലോ, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും. ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി. ഖൽബ് ഭക്ഷണത്തിലുണ്ടാവണം, എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക.